ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീച്ച് ചായ കുടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ താഴത്ത് നമ്മളെ ബീമുണ്ട്. അപ്പോൾ ചെറുക്കനെടുത്ത് നമുക്കിന്ന് പോകണം ഗൈസ്. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ചെറിയ ഡ്യൂട്ടി ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി പോകണം. ഡോറൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് താഴത്ത് പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ ബി എം ചെറുക്കമ്പട്ട കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ബി എമ്മിൻ്റെ അഡീഷണൽ ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ. അതുമല്ല നമ്മൾ പിന്നെ വീൽ കപ്പ് ഒന്ന് ഗോൾഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നീ സംസാരിച്ചിരിക്കണ്ട, നേരെ നമ്മൾ ബി എം കയറാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ബി എം കയറിയിട്ടുണ്ട്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ബ്രേക്ക് അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വണ്ടി പുറകോട്ടേക്ക് കിട്ടില്ല സാധനമാണ് യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി എടുക്കാം. കുറേ ദിവസമായി വണ്ടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ റൂട്ട് വെച്ച് നേരെ പുറത്ത് പോവാം ഗൈസ്. എന്നിട്ടൊരു ഏരിയയിൽ ചെന്നിട്ട് നമ്മളിന്ന് 2 സർപ്രൈസ് വണ്ടികളാണ് ഗൈസ് ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നേനെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ 2 സർപ്രൈസ് വണ്ടികൾ ഇങ്ങോട്ട് ലോഞ്ച് ആക്കിക്കാം. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ഒരു വണ്ടി നമ്മളെ മുന്നിലൂടെ ഓടുന്നുണ്ട് ഗൈസ്. ഒരു കിടിലോസ്കി കാറാണ് ഗൈസ് നമ്മൾ മുന്നേ കൂടെ ഓടുന്നത്. അപ്പോൾ ഏതായാലും കണ്ടുമുട്ടിയതിന് സന്തോഷമാണ് ഗൈസ്. ഒരു വണ്ടി കാരണം ആ ഒരു വണ്ടീൻ്റെ ലെവൽ എത്രയെന്ന് ഞമ്മക്കെല്ലാം അറിയുള്ളൂ ഗൈസ്. കാരണം അച്ചാതി മുതലാണ് ഗൈസ് ആ മുന്നിൽ ഓടുന്നത്. ഞാൻ പിടിച്ച് കാണിച്ചാലും ഗൈസ്. കണ്ടു ഗൈസ്, ടൊയോട്ട സൂപ്ര മാർക്ക് 4 ആണ് ഗൈസ്. കിട്ടുന്ന സാധനം കേട്ടോ. അപ്പോൾ നമ്മളത് ഓവർടേക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് കാണാം. അച്ചാതി സാധനമാണ് ഗൈസ്. അത് എൻ്റെ മുന്നിൽ നമ്മൾ ബി എമ്മൊക്കെ പിടിച്ചു വയ്ക്കും. കാരണം ബി എം അതിനേക്കാൾ വർക്കൊക്കെ ചെയ്ത വണ്ടിയാണ് ഗൈസ്. പക്ഷേ അതിൽ കിടിലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബി എം എന്ത് കട്ടിയിട്ടും കാര്യമില്ല ഗൈസ്. ഇതാണ് ആ ഒരു വണ്ടീൻ്റെ ലെവൽ എന്ന് പറയാം. ഇപ്പോൾ മുസ്റ്റാങ് കണ്ടിട്ടുണ്ട്. അതാണ് ഗൈസ് നമ്മളെ ഈ ഒരു ഈജിപ്ത് വന്ന ഫുള്ള് ഇങ്ങനത്തെ കാർ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ ഗൈസ്. ഇതാണ് പിന്നെ നമ്മളെ കേരളത്തിൽ പോകുമ്പോൾ പിന്നെ ഈ മസ്റ്റാങ്കൊക്കെ കാണുകയാണെങ്കിൽ അത് ഈ ഗൾഫിൽ നിന്ന് ഇറക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ലൊക്കേഷനിൽ നേരെ പോയി വണ്ടിയാണ് നിർത്താൻ കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഓൾറെഡി ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴും നമ്മൾ നേരെയാണ് പോവുക. കാരണം നമ്മൾ വയ്യാറില്ല ഗൈസ്. അപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു എൻട്രൻസ് കാണുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി കുറച്ച് മുകളിലാക്കിയിടാം ഗൈസ്. അതിന് അടിയിലാണ് നമ്മളെ മെയിൻ വണ്ടികളൊക്കെ വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ ചെറുക്കന്മാരെ അറിയിച്ചാണ്ട് വേറെ ലൊക്കേഷനിലായിരിക്കും പോവേണ്ടാവും ഗൈസ്. അപ്പോൾ അവർ പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. കാരണം അവർ പേപ്പർ വർക്ക് ചെയ്യാനാണ് ഗൈസ്. വണ്ടി ഇവിടെ വെച്ചല്ല ലോഞ്ചിങ്, വണ്ടി വേറെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വെച്ചാണ് വണ്ടി ലോഞ്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി ലോഞ്ച് ചെയ്യില്ല. വണ്ടി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് കാണാം ഓരോ വണ്ടിയും. അപ്പോൾ ആദ്യം നമുക്ക് പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു നേരെ വണ്ടി എടുത്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇറങ്ങാൻ നോക്കാം ഗൈസ്. ജസ്റ്റ് തട്ടിയിട്ടുണ്ട്, മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇറങ്ങാം. അവർക്ക് നമ്മളെ ബി എം നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഒരു വണ്ടി കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളെ മെയിൻ ഐഡൻറ്റിറ്റി വണ്ടിയാണ്, ഞാൻ എന്ത് വില കൊടുത്താൽ ഞാൻ ഈ കൊടുക്കൂല പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൈസൻ്റെ ആവശ്യത്തിൻ്റെ പേരിലാണ് ഒരു വണ്ടി കൊടുക്കേണ്ടി വന്നേന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കൂല ഇനിയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഏതായാലും ടൊയോട്ട സൂപ്രൻ്റെ ലെവൽ എത്ര നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഫീൽ ചെയ്യാൻ പോവാണ് ടൊയോട്ട സൂപ്ര മാർക്ക് 4. കണ്ട ഗൈസ്, കിട്ടില്ല ലുക്കിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്നവർക്ക് ഈ വണ്ടിക്ക് ഒരു വാല്യൂ ഇല്ല. പക്ഷെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് വാല്യൂ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഞാൻ ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ പോണ വർക്ക് എന്ന് പറയുന്നത് ഗൈസ്. ഇത് സസ്പെൻഷനാണ്, അത് നിങ്ങളൊരു സർപ്രൈസാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടിയുടെ ടയർ നിലവിലൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഫുള്ളി കസ്റ്റം ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ ഒരു വണ്ടീൻ്റെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് മാറ്റാൻ പോവാണ് ഗൈസ്. ഇതിന് ഒരു അറിയപ്പെടുന്ന ഒരു മോഡലുണ്ട് ഗൈസ്. അതിലേക്കാണ് ഞാൻ ഈ ഒരു വണ്ടീനെ മാറ്റി തീർക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും എൻജിൻസൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഗൈസ്.
അത് നമുക്ക് ഡിക്കും കൂടി നേരെ അടിക്കുക. അപ്പോൾ ഡിക്കി അടിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ കണ്ട ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടി കയറാം. വണ്ടി കയറി വെക്കട്ടെ ഗൈസ്. ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഗൈസ്. ക്ലീൻ ഇൻറ്റീരിയറാണ്. അപ്പോൾ വണ്ടി ഒന്ന് കറക്കി എടുത്ത് കാണിച്ചു തരാം ഗൈസ്. വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ 34 മലയാളത്തിൽ പറഞ്ഞാൽ ഗൂഡ്സ്. ചെറിയൊരു തട്ടിയിട്ടുണ്ട്. അതിനുശേഷം അവർ കൊടുക്കാൻ വെച്ച വണ്ടിയാണ് ഗൈസ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ട് എടുത്ത് ഒന്നുമില്ല, ഒരു ചെറിയ വർക്ക് പോലും ഇല്ലാത്തൊരു കിടിലം മുതല്. അപ്പം ചെറിയ ഫ്രണ്ടിന് ചെറിയ ഗ്രാഫിക് വർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് ഷീറ്റിൽ. അതിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഒരു വണ്ടി എൻ്റെ സ്വന്തമാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് രണ്ടിനടുത്ത് നേരെ കേരളത്തിൽ വിടാം. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സേഫാണ്. അപ്പോൾ ഷിപ്പൻ്റെ ആണ് സംഭവം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ട്രക്ക് കയറാം. ഇതാണ് നമ്മളെ ട്രക്ക്. നമ്മളെ സ്വന്തം ട്രക്ക് തന്നെയാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രക്കിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ ട്രക്ക് കയറാം. നമ്മൾ നേരെ ട്രക്ക് കയറുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവസാനം നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. നേരെ നമുക്ക് ഇവിടുന്ന് വിടാം കേട്ടോ ഗൈസ്. അപ്പം നേരെ നമ്മളെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. അത് വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം. എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ ഇവിടെ സൈഡാക്കി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇറങ്ങാം ഗൈസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ട് ഇറക്കി വെച്ചോളും. അപ്പോൾ BM നമ്മൾ GTR സൂപ്പർ ഇവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ. പോകുമ്പോൾ എല്ലാവരും ലൈക്കും സബും ഷെയറും ചെയ്തിട്ട് പോകണം കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പം ഓണം വലിയൊരു കാര്യങ്ങൾക്ക് പറയാം. നമ്മൾ ഇറക്കി സൂപ്ര അത് നമ്മൾ ക്ലീൻ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും നമ്മൾ പോളാക്കർ എഡീഷനിലേക്കാണ് മാറ്റാൻ പോകുന്നത് ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ല വാല്യൂ ഇല്ലാത്തൊരു വണ്ടീനെ നമ്മൾ വാല്യൂവിലേക്ക് എത്തിച്ചാലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് വേണം. എന്നാലേ എനിക്ക് ആ പോളാക്കർ എഡീഷനിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യൂല ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ചും സബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. ബൈ.